മിഡിൽ ഈസ്റ്റിലെ കടൽപാതകൾ ഇന്ന് വെറും വ്യാപാര കപ്പലുകളുടെ യാത്രാമാർഗങ്ങൾ മാത്രമല്ല, ലോകശക്തികളുടെ യഥാർത്ഥ ശേഷിയും മേൽക്കോയ്മയും പരീക്ഷിക്കപ്പെടുന്ന വേദിയായി അവ മാറിയിരിക്കുകയാണ്. സമുദ്രത്തിന്റെ നടുവിലൂടെ ഭീമാകാരമായി സഞ്ചരിക്കുന്ന ഒരു വിമാനവാഹിനി കപ്പൽ പുറത്തേക്ക് നോക്കുമ്പോൾ അജേയമായ സൈനിക ശക്തിയുടെ പ്രതീകമായി തോന്നാം. എന്നാൽ അതിന്റെ ഉള്ളിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ആ പ്രതിച്ഛായയെ തകർക്കുന്നവയാണ്. അമേരിക്കയുടെ ആഗോള സൈനിക ആധിപത്യത്തിന്റെ മുഖച്ഛായയായി അവതരിപ്പിക്കപ്പെട്ട USS ജെറാൾഡ് ആർ ഫോർഡ് പേർഷ്യൻ ഗൾഫിലേക്ക് എത്തിയത് ശക്തിയുടെ പ്രകടനം മാത്രമല്ലായിരുന്നു. അത് ഭീഷണിയും രാഷ്ട്രീയ സമ്മർദ്ദവും ഒരുമിച്ചുള്ള സന്ദേശമായിരുന്നു. പക്ഷേ ആ സന്ദേശം ലോകത്തെ ഭയപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളാണ് പുറത്തുവരാൻ തുടങ്ങിയത്. $13 ബില്യൺ ചെലവിൽ നിർമ്മിച്ച ഈ ആണവോർജ്ജ വിമാനവാഹിനി അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യയുടെ ഉച്ചകോടി എന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഭാവി യുദ്ധങ്ങളുടെ മാതൃകയെന്നായിരുന്നു ഇതിന്റെ അവതരണം. എന്നാൽ മാസങ്ങളോളം തുടർച്ചയായി കടലിൽ വിന്യസിച്ചതിനു ശേഷം പുറത്തുവന്ന യാഥാർത്ഥ്യം വ്യത്യസ്തമായിരുന്നു. കപ്പലിലെ 650 ടോയ്ലറ്റുകളിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമായത് ആയിരക്കണക്കിന് നാവികർക്ക് അടിസ്ഥാന ശുചിത്വ സൗകര്യങ്ങൾ പോലും ലഭിക്കാത്ത അവസ്ഥ സൃഷ്ടിച്ചു. ലോകത്തെ നിയന്ത്രിക്കാമെന്ന അവകാശവാദവുമായി സഞ്ചരിക്കുന്ന ഒരു മഹാശക്തിയുടെ അഭിമാന കപ്പൽ തന്നെ അടിസ്ഥാന സൗകര്യ പരിപാലനത്തിൽ പരാജയപ്പെടുന്നത് അമേരിക്കൻ സൈനിക സംവിധാനത്തിന്റെ ആഴത്തിലുള്ള പ്രശ്നങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതായി വിമർശകർ വിലയിരുത്തുന്നു. ഈ പ്രശ്നം ഒരു ചെറിയ സാങ്കേതിക തകരാറല്ല, മറിച്ച് അമിത സങ്കീർണതയുടെ ഫലമാണ്. വാക്വം അധിഷ്ഠിത മലിനജല സംവിധാനം ഒരൊറ്റ വാൽവ് തകരുമ്പോൾ മുഴുവൻ സംവിധാനങ്ങളും നിലച്ചു പോകുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത്യാധുനികതയുടെ പേരിൽ നിർമ്മിച്ച സംവിധാനങ്ങൾ യാഥാർത്ഥ്യത്തിൽ എത്രത്തോളം ആശ്രയിക്കാനാവാത്ത ഒരു സംവിധാനത്തിന്റെ ഉദാഹരണമായി മാറി. ലളിതവും ദീർഘകാല പ്രവർത്തനക്ഷമവുമായ സംവിധാനങ്ങൾ ഒഴിവാക്കി സാങ്കേതിക പ്രദർശനത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ യുദ്ധസജ്ജതയുടെ അടിസ്ഥാന ഘടകങ്ങൾ തന്നെ അവഗണിക്കപ്പെട്ടുവെന്ന വിമർശനമാണ് ഉയരുന്നത്. പ്രശ്നം പരിഹരിക്കാൻ കപ്പൽ ഡോക്ക് ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിലും സംഘർഷ മേഖലയിൽ അത് സാധ്യമല്ലാത്തത് അമേരിക്കൻ സൈനിക പദ്ധതികളിലെ തന്ത്രപരമായ പരിമിതികളെ തുറന്നുകാട്ടുന്നു. ഏകദേശം 4500 നാവികർ താമസിക്കുന്ന ഈ കപ്പലിൽ ജീവിത സാഹചര്യങ്ങൾ വഷളായതോടെ അസന്തോഷവും മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചിലർ നാവികസേന വിടാൻ പോലും ആലോചിക്കുന്നുവെന്ന വിവരം പുറത്തുവന്നത് അമേരിക്കൻ സൈനിക സംവിധാനത്തിന്റെ മറ്റൊരു ദൗർബല്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യഘടകത്തെ അവഗണിക്കുന്ന സമീപനം. ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന് സ്വന്തം സൈനികർക്കുള്ള അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ പോലും ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ആഗോള നേതൃപങ്കിനെ കുറിച്ച് ചോദ്യമുയർന്നത് സ്വാഭാവികമാണ്. സൈനിക ശക്തി വെറും ആയുധങ്ങളാലോ ആണവ റിയാക്ടറുകളാലോ നിർണ്ണയിക്കപ്പെടുന്നില്ല. അത് മനുഷ്യരുടെ ആത്മവിശ്വാസത്തിലും ജീവിത നിലവാരത്തിലും നിൽക്കുന്നു. ഈ സംഭവം അമേരിക്കൻ സൈനിക തന്ത്രത്തിലെ വലിയ വൈരുദ്ധ്യത്തെയും തുറന്നു കാണിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തി പ്രകടനം നടത്താൻ $1 ട്രില്യൺ ചെലവഴിക്കുന്നതിനിടെ ആ ശക്തിയെ നിലനിർത്തുന്ന സംവിധാനങ്ങളുടെ ദീർഘകാല സ്ഥിരത അവഗണിക്കപ്പെടുകയാണ്. വലിയ വിമാനവാഹിനികൾ രാഷ്ട്രീയ പ്രതീകങ്ങളായി പ്രവർത്തിക്കുമ്പോഴും യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ അവയുടെ പ്രവർത്തനക്ഷമത എത്രത്തോളം നിലനിൽക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സാങ്കേതിക ഭീമന്മാരായി നിർമ്മിച്ച ഈ പ്ലാറ്റ്ഫോമുകൾ തന്നെ തുടർച്ചയായ വിന്യാസത്തിൽ തകരുകയാണെങ്കിൽ അമേരിക്കയുടെ അജേയ ശക്തി എന്ന പ്രതിച്ഛായ വെറും പ്രചരണ കഥയാണെന്ന സംശയം ശക്തമാകുന്നു. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സംഭവം കൂടുതൽ പ്രതീകാത്മക പ്രാധാന്യം നേടുകയാണ്. അമേരിക്ക വൻ സൈനിക ശക്തി വിന്യസിച്ച് ഭീഷണി ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അതിന്റെ സ്വന്തം സംവിധാനങ്ങൾ തന്നെ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥ ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ചലനക്ഷമതയും ദീർഘകാല പ്രവർത്തനശേഷിയും ലക്ഷ്യമാക്കിയ പ്രതിരോധ തന്ത്രങ്ങളിലേക്ക് ചില രാജ്യങ്ങൾ മാറിയിരിക്കുന്ന സമയത്ത് അമിത ചെലവുള്ള സാങ്കേതിക ഭീമന്മാരിൽ ആശ്രയിക്കുന്ന അമേരിക്കൻ മാതൃക പഴയതാകുകയാണെന്ന വിലയിരുത്തലുകൾ ശക്തമാവുകയാണ്. ചരിത്രത്തിൽ പലപ്പോഴും വിചിത്രവും എന്നാൽ നിർണായകവുമായ നിസ്സാര കാരണങ്ങളാണ് വൻശക്തികളുടെ പതനത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത്. ലോകം കീഴടക്കാൻ പുറപ്പെട്ട നെപ്പോളിയന്റെ പടയോട്ടത്തെ റഷ്യൻ സൈന്യത്തെക്കാൾ കൂടുതൽ തളർത്തിയത് അവിടുത്തെ അതിശൈത്യവും സൈനികരുടെ വസ്ത്രങ്ങളിലെ തകര ബട്ടണുകൾ തണുപ്പിൽ പൊടിഞ്ഞു പോയതുമായിരുന്നു. അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങളിലെ വീഴ്ചകൾ എങ്ങനെ ഒരു സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു. അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ പാൻസർ ടാങ്കുകൾ സാങ്കേതികമായി ഏറെ മുന്നിലായിരുന്നുവെങ്കിലും പലപ്പോഴും അവയുടെ എഞ്ചിൻ തകരാറുകളും അമിത സങ്കീർണതകളും കാരണം യുദ്ധക്കളത്തിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ശത്രുവിനേക്കാൾ വലിയ തിരിച്ചടിയായി അന്ന് മാറിയത് സ്വന്തം യന്ത്രങ്ങളുടെ വിശ്വാസമില്ലായ്മയായിരുന്നു. ഇന്ന് USS ജെറാൾഡ് ആർ ഫോർഡിലെ ടോയ്ലറ്റ് പ്രതിസന്ധിയെ നോക്കുമ്പോൾ ഇതേ ചരിത്രപരമായ വിരോധാഭാസമാണ് ആവർത്തിക്കുന്നത്. ശത്രു രാജ്യത്തിന്റെ മിസൈലുകളെക്കാൾ മാരകമായി അമേരിക്കയുടെ ഈ അത്യാധുനിക യുദ്ധക്കപ്പലിനെ തളർത്തുന്നത് അതിന്റെ ഉള്ളിലെ തകരാറിലായ പൈപ്പുകളാണ്. ഭീമാകാരമായ യുദ്ധക്കപ്പലുകൾ കടലിൽ ശത്രുവിനെ വിറപ്പിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴും അകത്ത് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാകാതെ സൈനികർ വലയുന്നത് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. യഥാർത്ഥ പരാജയം വരുന്നത് പുറത്തുനിന്നല്ല, മറിച്ച് ഉള്ളിൽ നിന്നാണ്. കോടിക്കണക്കിന് ഡോളർ മിസൈലുകളും വിമാനങ്ങൾക്കും വേണ്ടി ചിലവഴിക്കുമ്പോഴും ഒരു ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാനുള്ള സംവിധാനം പോലും കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ
ആ സൈനിക മേധാവിത്വം കേവലം ഒരു പുറന്തോടായി മാറിക്കഴിഞ്ഞു. ലോകം പിടിച്ചെടുക്കാൻ പുറപ്പെടുന്നതിന് മുൻപ് സ്വന്തം ടോയ്ലറ്റുകൾ വൃത്തിയാക്കാൻ അമേരിക്ക നിർബന്ധിതരാകുന്നു എന്ന ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പരിഹാസമായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ വരും കാലത്ത് ഒരു വലിയ സൈനിക നീക്കത്തെ തടയാൻ ശത്രുവിന്റെ മിസൈലുകളേക്കാൾ ശേഷി സ്വന്തം കപ്പലിലെ ഈ നാറ്റക്കേസ് കാരണമുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾക്ക് ഉണ്ടായേക്കാം.